ഹായ് ഹലോ നമസ്കാരം. ആർ.ജെ. തൻവീർ ആണ് ഫ്രം 360 റേഡിയോ. ഇന്ന് എന്നോടൊപ്പം നമ്മുടെ 360 സ്റ്റുഡിയോയിൽ രണ്ട് കിടിലൻ ഗസ്റ്റ് ഉണ്ട്. കിടിലൻ എന്ന് പറയാൻ കാരണം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ചില പോയിന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ പലതിനും പല ടേണിംഗ് പോയിന്റ്സ് ആയിട്ട് പറയാറുണ്ടെങ്കിലും റിയൽ ലൈഫിൽ, അതായത് ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 12th കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് 12th പഠിക്കുന്ന ആ ഏജിലുള്ള കുട്ടികൾ മുതൽ പാരൻസിനെ വരെ, ചിലപ്പോൾ നാട്ടുകാരെ വരെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് അത് മാറാറുണ്ട്. പല കൺഫ്യൂഷൻസ് ഉള്ളൊരു സ്റ്റേജാണ്. അങ്ങനെ ഒരു സ്റ്റേജിൽ ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ആളുകളായിരിക്കും. എനിക്കൊന്ന് എല്ലാവർക്കും ഒരേ കൺസേൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താനുള്ളൊരു പോഡ്കാസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള രണ്ട് ഗസ്റ്റാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ശ്യാംജിത്താണ്. ശ്യാംജിത്ത് ഒരു എന്താ പറയുക, സർട്ടിഫൈഡ് ഒരു കരിയർ കോച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ശ്യാംജിത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻമൈൻസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ ഫൗണ്ടറും സിഇഒയും കൂടിയാണ് ശ്യാംജിത്ത്. ഓൾസോ ഷൈഫുലിനെ ഓൾറെഡി നമ്മൾ ഈ പേജിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഷൈഫുൽ ഇബ്രാഹിം നമ്മുടെ സ്റ്റഡ് അബ്രോഡിൻ്റെ ഫൗണ്ടറും സിഇഒയും കൂടിയാണ്. ബട്ട് ഇവർ രണ്ടുപേരുടെയും ഒരു കരിയർ ജേണി ഞാൻ നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടത്, ബൈ പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എൻജിനീയറിംഗ് ആണ്. നിങ്ങൾ ആ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ജീവിക്കുന്ന രണ്ടാളുകളാണ്. ബട്ട് ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. എനിക്ക് തോന്നുന്നു അവിടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ നിങ്ങളുടെ കരിയറിൽ എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് എത്തുന്നത്? ഇത് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. ആക്ച്വലി ഇപ്പം പറഞ്ഞ പോലെ എൻജിനീയറിംഗ് ചെയ്തു, അതിലും മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. മാസ്റ്റേഴ്സ് ചെയ്തു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. അതിനുശേഷം ഒരു 4 വർഷം ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് ആ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതല്ല എനിക്ക് വേണ്ടത്. പിന്നെയായി ഇതിലേക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് നമുക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് ക്ലാരിറ്റി മിസ്സിങ് ആയത്. ഇനി അത് വരുന്ന ജനറേഷൻസിലേക്ക്, അതായത് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് ആ ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം. നമുക്ക് കിട്ടാതിരുന്നൊരു സാധനം നമ്മളുടെ ഒരു ഫ്യൂച്ചർ ജനറേഷന് കൊടുക്കുക എന്നുള്ള ഒരു അങ്ങനെയാണ് ഈ ഒരു തോട്ട് വന്നതും എൻമൈൻസ് ഡെറൈവ് ചെയ്ത് വരുന്നതും അങ്ങനെയാണ് ആക്ച്വലി. എങ്ങനെയായിരുന്നു? നമ്മൾ ബേസിക്കലി പറഞ്ഞു വരുമ്പോൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് ബയോമാക്സ് ആണ്. ഓക്കെ, ഒരു 12th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ തന്നെ റിയലൈസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് ഫീൽഡ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തിന് ബയോളജി പഠിച്ചു എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഒരു 10th തൊട്ടിട്ട് എനിക്ക് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബയോളജി പഠിച്ച് കഷ്ടപ്പെടണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് ഇനീഷ്യലി തന്നെ സ്ട്രൈക്ക് ആവുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഒരുപാട് ആൾക്കാരുടെ അണ്ടറിൽ നമ്മൾ പല രീതിയിലും പല പ്രൊഫഷണലായിട്ട് വർക്ക്, IT സപ്പോർട്ട്, ആപ്ലിക്കേഷൻ ഓഡിറ്റ്, ഇതൊക്കെ വർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റീവ് സ്കില്ല് എന്താണെന്നുള്ളത് പിന്നീടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി, മേ ബി പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ ടേക്കിംഗ് ലീഡ്, ആൾക്കാരെ മാനേജ് ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ കാലിബർ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ളൊരു ലേറ്റർ ഓൺ റിയലൈസ് ചെയ്യുമ്പോൾ വി വുഡ് ഡിസ്കവർ. ഇത് മുമ്പേ നമ്മൾ ഇതൊരു ടാലൻ്റായി ഡിസ്കവർ ചെയ്ത് നമ്മൾ ഇതിനൊരു കരിയർ പാത്വേ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഡൗൺ ദ ലൈൻ ഞാൻ കുറച്ച് നേരത്തെ ഈ പരിപാടി തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഈ മിസ് ചെയ്ത കാര്യങ്ങൾ ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻ മിസ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ആണ് ഇതിൻ്റെ ബിഹൈൻഡ്. അപ്പോൾ നേരത്തെ തന്നെ കുട്ടികളുടെ പേഴ്സണൽ സ്കിൽസ് എന്താണ്, ബെസ്റ്റ് സ്കിൽസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ കാലിബറിന് പറ്റുന്ന കരിയർ പാത്വേ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ട അഡ്മിഷൻസ് ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ചെയ്ത വികാരം. ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ രണ്ടുപേരും ഈ പറഞ്ഞൊരു അപ്ബ്രിങ്ങിങ്ങും ഒരു 2 ഡിഫറെൻറ്റ് സ്ഥലത്തു നിന്നാണ്. ഷൈഫുൽ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ഒരാളാണോ? അതോ 3rd സ്റ്റാൻഡേർഡ് എടുത്ത് ഇവിടെ ഉണ്ട്. ശ്യാംജിത്ത് നേരെ നാട്ടിൽ തന്നെയാണ് എഡ്യൂക്കേഷനും കാര്യമൊക്കെ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ സിനാരിയോ വ്യത്യാസമുണ്ടോ? പാരൻസിൻ്റെ ഒക്കെ ഒരു എന്താ, കുട്ടികളുടെ ഒരു ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എല്ലാ പാരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ 90% നമുക്ക് വരുന്ന ഒരു കൗൺസിലിംഗ് സെഷൻസോ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസോ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരൻസ് ഓൾസോ ക്ലിയർ അല്ല വെദർ അവരുടെ മക്കൾ പഠിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അവർ സക്സസ്ഫുൾ ആവുമോ എന്നുള്ളൊരു ഡിലേമ എപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ബിക്കോസ് പാരൻസ് എല്ലാവരും വർക്കിംഗ് കൾച്ചറിലുള്ള ആൾക്കാരാണ് ഇവിടെ 90% പാരൻസ്. അവർക്ക് ഇതിൽ ഒരുപാട് തോട്ട് പ്രോസസ്സ് ഇട്ടുകൊണ്ട് ഇതിമ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ ഒരു ഗസ് വർക്കാണ്. ലൈക്ക് ഒരു എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഫീൽഡിൽ എന്താ പഠിക്കാൻ പോകണമെന്നുള്ള പാരൻസിനും അറിയില്ല, സ്റ്റുഡൻസിനും അറിയില്ല. ഇത് പഠിച്ചു കഴിഞ്ഞ് എന്ത് ജോബാണ് എക്സാക്ട്ലി വരാൻ പോകുന്ന, ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് അതിനൊരു ഡെഫിനിഷൻ ഒന്നും പഠിക്കുമ്പോൾ ഉണ്ടാവില്ല.
അത് പഠിച്ച് കഴിയുമ്പോൾ ഓക്കെ സെറ്റ് ആവും, മക്കൾ എഞ്ചിനീയറിംഗ് അല്ലേ പഠിക്കുന്നത്, അല്ലെങ്കിൽ MBBS അല്ലേ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ പ്രൊഫഷനാണല്ലോ പഠിക്കുന്നത് എന്നുള്ളൊരു ഗസ് വർക്കാണ് ഇവിടെ 90% നടക്കുന്നത്. സോ ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നമുക്കിവിടെ വളരെ വിസിബിളാണ്. നമ്മളിവിടുന്ന് ഇൻട്രാക്ട് ചെയ്ത എല്ലാ പാരൻസും, നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 6,000 to 8,000 സ്റ്റുഡൻസിനായിട്ട് നമ്മൾ ലാസ്റ്റ് 3-4 ഡേയ്സിൽ ഇത്യാദ് അറീനയിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്തു GCC ഇവൻറ്റ്സിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഓവറോൾ പിക്ചർ ഇതാണ്. 95% ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിൽ മേ ബി പാരൻസിൻ്റെ വിഷ് ആകാം, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു കൈൻഡ് ഓഫ് എൻ ഇൻട്രസ്റ്റ് അത് ഫുള്ളി ഡിറൈവ്ഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഗസ് വർക്ക് എന്നുള്ള പരിപാടി അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്നുള്ള പരിപാടി ഒഴിവാക്കി വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് ഒരു കരിയർ മാപ്പിംഗ് കൊടുക്കൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വളരെ അർജൻറ്റാണ്, നെസസറി ആണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ലാസ്റ്റ് 1-2 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ വെരി ക്ലിയർ ആണ്. അതാണ് ഇവിടുത്തെ ഒരു സിനാരിയോ. ഇവിടെ വളർന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ശ്യാം പറഞ്ഞ പോലെ കരിയർ കോച്ചിങ്ങിലേക്ക് ഒരുപാട് പാരൻസിന് ഇത്തരത്തിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് പല രീതിയുണ്ട്, പല കാര്യങ്ങൾ കൊണ്ടാണ്, കേട്ടറിവ് കൊണ്ടൊക്കെയാണ്. പഠിച്ചാൽ ഭയങ്കരമാണ്, ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് ഷെയ്ഫിനൊക്കെ ഓർമ്മയുണ്ടെന്നറിയില്ല, നമ്മളൊക്കെ നാട്ടിൽ മലബാറിലൊക്കെയാണ് കൂടുതലുണ്ടായത്. ഫയർ ആൻഡ് സേഫ്റ്റി ഒരു ഭയങ്കര സംഭവം, ടാലി ഒരു സംഭവം, ഓരോ സമയത്ത് ഒരു ഇതൊക്കെ എവിടെ പോയി ഇപ്പോൾ അറിയില്ല. എൻ്റെ അടുത്തൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കും, നമ്മൾ ഈ മറ്റേ എന്താ പറയുക മിമിക്രി, മോണാക്ട് ഇതൊക്കെ നടന്നിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കൂ, ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ദുബായിൽ എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പാരൻസിന്റെ ഒരു മനസ്സിൽ നമ്മൾ GCC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പം UAE-ലുള്ള ഒരു പെർസ്പെക്റ്റീവ് കുറച്ചും കൂടെ ബെറ്റർ ആണ് ബാക്കിയുള്ള GCC കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസ് എങ്കിലും ഉണ്ട്, ഇവിടെ പഠിക്കാനുള്ള ഓപ്ഷൻസ് എങ്കിലും ഉണ്ട്. ഇപ്പം ഗൾഫ് കൺട്രീസിലുള്ള പാരൻസ് എപ്പോഴും നമ്മളടുത്ത് സംസാരിക്കുന്ന സമയത്തേക്കുള്ള ഇവരുടെ ഒരു കൺഫ്യൂഷൻ 10th ക്ലാസ് തൊട്ടിട്ട് ഇവർക്ക് ടെൻഷനാണ്, 12 കഴിഞ്ഞാൽ കുട്ടീനെ എന്ത് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. ഇപ്പം നാട്ടിലാണെങ്കിൽ ഒരുപാട് നമുക്ക് കോളേജസും കാര്യങ്ങളായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഓപ്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ. അപ്പോൾ ഇവർ നോക്കുന്നുണ്ടാവുക 12th കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അധിക പാരൻസും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക നാട്ടിലേക്ക് വിടണം, അല്ലെങ്കിൽ ഇപ്പം കുറേ പാരൻസ് ഇപ്പം നമ്മൾ പുറത്തേക്ക് വിടണം, യൂറോപ്യൻ കൺട്രീസിലേക്ക് വിടണം, അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ മിസ്സിങ് ആവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒന്നും ബ്രോക്കൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവരുടെ അടുത്തേക്ക് എത്തുന്നുള്ളൂ. ലൈക്ക് ഒരു പാത്ത് ക്ലിയർ ആണോ എന്ന് ചോദിച്ചാലല്ല. ഇപ്പം ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കുമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഷെഫിൽ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ഗസ് വർക്കിന്റെ പുറത്താണ് സംഭവിക്കുന്നത്. നമ്മൾ പാരൻസ് ആയിട്ടും സ്റ്റുഡൻ്റ് ആയിട്ടും ഒക്കെ സംസാരിക്കുന്ന സമയത്തേക്ക് എനിക്ക് കിട്ടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഇനീഷ്യൽ ഒരു 15 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഫൈൻ. ഇവർ ചിലപ്പോൾ നമ്മളടുത്തേക്ക് അവർ ഇപ്പം ഞാൻ ജർമ്മനി കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട്, ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പാരന്റ് എൻ്റെ അടുത്തേക്ക് വരിക ജർമ്മനിയിലേക്ക് സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും. നമ്മൾ സംസാരിച്ച് വരുന്ന ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരന്റ് തന്നെ പറയും ഞങ്ങൾക്ക് ഇതല്ല വേണ്ടത്, ആദ്യം നമുക്ക് ഒരു കരിയർ അസസ്മെന്റിലൂടെ പോവാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എവിടെയൊക്കെ എന്താ വേണ്ടത് എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനും നടക്കുന്നുണ്ട്. സ്പെസിഫിക്കലി വിത്ത് ജർമ്മനീൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതൊരു ടാഗ്, അതിൻ്റെ കൂടെ ഈ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ടാഗ് എപ്പോഴും എല്ലാവർക്കും ഒരു ഫാസിനേറ്റിംഗ് ഫാക്ടറാണ്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് പാരൻസ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുന്ന എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് ഓൾറെഡി 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഇതിൻ്റെ മേലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ക്ലാരിറ്റി മിസ്സിങ് ആവുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇപ്പം കുറച്ചൊരു ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ എഡ്യൂക്കേഷൻ സിസ്റ്റം മീൻസ് എ ബിറ്റ് ഡിഫറെൻറ്റ് നമ്മളടുത്തുള്ള. നമ്മളിവിടെ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടാണ് ബാച്ചിലേഴ്സിലേക്ക് ജോയിൻ ആവുന്നത്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ബേസിക് എഡ്യൂക്കേഷൻ തന്നെ 13th ഇയർ ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് ഡയറക്റ്റ് ആയിട്ടൊരു ബാച്ചിലേഴ്സിലേക്ക് അവിടെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. വെച്ചാൽ JEE മെയിൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോകാം. അതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വഴികളാണല്ലോ. JEE മെയിൻസ് ക്ലിയർ ചെയ്യുന്ന എത്ര പേരെ നമുക്കറിയാം, റൈറ്റ്? അപ്പോൾ ഇവരിത് കേട്ടിട്ടുണ്ടായിരിക്കും, ജർമ്മനി പോയിട്ട് ഒരു ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാം. ഇത് മാത്രം കേട്ടിട്ടായിരിക്കും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ഫൗണ്ടേഷൻ ഇയർ സ്റ്റുഡിയൻ കൊലീഗ് എന്നാണ്, ഐ എം നോട്ട് ഗെറ്റിംഗ് മച്ച് ഇൻ ടു ടെക്നിക്കൽ തിങ്, സ്റ്റുഡിയൻ കൊലീഗ് എന്നാണ് അതിനെ പറയാം. അത് ജർമ്മൻ ലാംഗ്വേജിലാണ് കൂടുതലുള്ളത്. ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ അത് ജർമ്മൻ ലാംഗ്വേജിലാണ്. ജർമ്മൻ ലാംഗ്വേജ് ഒരു B2 ലെവൽ വരെ പഠിക്കണം. ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ വരെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 വർഷം മിനിമം വേണം. ഓക്കെ, ആദ്യം അത് കഴിഞ്ഞിട്ട് വേണം ഈ 1 വർഷം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സാമും കൂടെ ക്ലിയർ ചെയ്താൽ മാത്രമേ അവർക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ യൂണിവേഴ്സിറ്റിയിലേക്ക്. അപ്പം ഈ ഒരു പ്രോസസ്സ് മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 2-2.5 വർഷം ഓൺ ആൻ ആവറേജ് എടുക്കാം. പ്ലസ് ഓൾമോസ്റ്റ് ഒരു 20 lakhs അടുത്ത് ചിലവും വരും. ഓക്കെ, അപ്പം ഇപ്പം ആരായിരിക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? ഇത്രയും ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ മിസ്സിംഗ് ആയിരിക്കും.
ഈ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം മാത്രം ഒറ്റ കേട്ടിട്ടായിരിക്കും ക്യാപ്ഷനിലാണ് വരുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ നമ്മളിത് പറയുന്ന സമയത്തേക്ക് സ്റ്റുഡൻറ്റ് പറയും ഓക്കെ ഫൈൻ, നമ്മൾ ഇവരെ ഒരു കരിയർ പാത്ത് വേയിലൂടെ എടുത്തിട്ട് വിൽ ഡിസൈഡ്. ആക്ച്വലി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കേസസ് കിട്ടുന്നുണ്ട്. ആ ഒരു ക്ലാരിറ്റി മിസ്സിംഗ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ആക്ച്വലി ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്, ഇതാണ് റിയാലിറ്റി. അപ്പം ഇതിനെ ശരിക്കും ഞാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുക ചെയ്തു. അതായത് ഐ സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി ബിക്കോസ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കി ഓക്കെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും ചെയ്യാത്തൊരു സാധനത്തിന്റെ മേലെയാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളതിലാണ്. ദാറ്റ്സ് ഹൗ വി സ്റ്റാർട്ടഡ് കണക്റ്റഡ് ആൻഡ് ടോക്കിംഗ് ടുഗദർ. അപ്പോൾ ഇതിൻ്റെ ഒരു റൈറ്റ് അപ്രോച്ച് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരിക്കണം? അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ആദ്യം കിട്ടുക, എന്നിട്ടാണ് ബാക്കി അഡ്മിഷൻ മറ്റു കാര്യത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു റൈറ്റ് വേ? ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൈക്കോമെട്രിക് അസസ്മെൻ്റ് ആണ് സ്റ്റുഡൻറ്റിനായിട്ട്. ഇനീഷ്യലി നമ്മളൊരു സൈക്കോമെട്രിക് അസസ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു 5 പാരാമീറ്റേഴ്സ് കൈൻഡ് ഓഫ് ഇൻറ്റഗ്രിറ്റി, ക്യാരക്ടറിസ്റ്റിക് സ്കിൽസ്, പേഴ്സണാലിറ്റി, EQ ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ഒരു അസസ്മെൻറ്റ് ചെയ്ത് ആ റിസൾട്ട് ഉണ്ടല്ലോ, നമ്മൾ ഡാറ്റ പ്രൂവൺ ടെസ്റ്റാണ്, ആ ടെസ്റ്റ് റിസൾട്ട് വെച്ചുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി ശ്യാം ഓർ അവർ ടീം ഹൂവർ ഇസ് എക്സ്പേർട്ട് ഇൻ ദിസ് സ്റ്റുഡൻ്റായിട്ട് ഒരു 2 സെഷൻസ് ഓഫ് കൗൺസിലിംഗ്. അതായത് ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് പറയാണ് എനിക്ക് ഡോക്ടർ ആവണം ഓർ എഞ്ചിനീയർ ആവണം, അത് ഇൻട്രസ്റ്റ് മാത്രമാണ്. ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ഇപ്പോൾ പൈലറ്റ് ആവണം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ഒരുപാട് കാര്യങ്ങളായാലും നമ്മൾ നോക്കാനുണ്ടല്ലോ. സോ വാട്ട് വിൽ ബി ഡൂയിങ് ഇസ് ആക്ച്വലി വിൽ ടേക്ക് ദം ത്രൂ എ 5 ഡയമെൻഷണൽ അസസ്മെന്റ്. അതിൽ നമ്മൾ അവരുടെ ഓറിയന്റേഷൻ സ്റ്റൈൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻട്രസ്റ്റുകൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് ഓൾറെഡി ഹി നോ, ആൻഡ് ദെൻ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും ആക്ച്വലി നമ്മളൊരു ഒരു ഇതിലേക്ക് റിസൾട്ടിലേക്ക് എത്തുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ, ഹി ഈസ് ആപ്റ്റ് ഫോർ ദിസ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് MBBS പഠിക്കാൻ താല്പര്യമുണ്ട്, ഡോക്ടർ ആവാൻ താല്പര്യമുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഡോക്ടർ ആവുക എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ ഒരു വിഗ്രസ് പ്രോസസ് ആണല്ലോ. നീറ്റ് എക്സാം ക്ലിയർ ചെയ്യണം, അത് കഴിഞ്ഞാലാണല്ലോ അഡ്മിഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ആളുകൾ പറഞ്ഞിട്ടാണ് ഓക്കെ നീറ്റിന് പോവാം, ഒരു വർഷം നമ്മൾ സ്പെൻഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിയാലിറ്റി അറിയാതെ ആയിരിക്കും സ്റ്റുഡൻറ്റ് പോകുന്നുണ്ടാവും. ഇപ്പം ഇന്ത്യയിലത്തെ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ സിനാരിയോ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2.2 മില്യൺ പീപ്പിൾ എക്സാം എഴുതുന്നുണ്ട്. ആകെ സീറ്റ് ഉള്ളത് 100,000 താഴെയാണ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടാനുള്ള ചാൻസസ് 100 ആൾക്കാർ എഴുതിയിട്ടുണ്ടെങ്കിൽ 91 ആൾക്കാർക്കും കിട്ടാനുള്ള ചാൻസസ് ഇല്ല അല്ലേ? അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു അപ്രോച്ച് ഇവർക്ക് ക്രാക്ക് ചെയ്ത് കൊടുക്കണം. 10th സ്റ്റാൻഡേർഡ് നേരെ നമ്മൾ സ്റ്റുഡൻറ്റിനെ കൊണ്ടിടുന്ന 11th 12th 10th സ്റ്റാൻഡേർഡ് വരെ ക്വാണ്ടിഫയബിൾ ആയിട്ട് പഠിച്ചിട്ട്, അതായത് എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് പാസ്സാവുക എന്നുള്ള രീതിയിലേക്ക് എഴുതിയിട്ട് ഇവിടെ ഇവർക്ക് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാളിറ്റിയാണ് ഇതിൽ നോക്കുന്നുണ്ടാവുക. സ്പെസിഫിക് ആയിട്ട് ഇവർക്ക് എന്താ പറയുക, ആൻസേഴ്സ് അത്രയും പ്രിസൈസ് ആയിട്ട് കിട്ടണമല്ലോ. എങ്ങനെ പഠിക്കണം എന്നുള്ളത് തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആദ്യം ഇവർക്ക് ഇതിനുള്ള സ്കില്ലുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം, അതിനുശേഷം ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എങ്ങനെയായിരിക്കണം ഇവരുടെ ഒരു അപ്രോച്ച്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം ആയിരിക്കണം നീറ്റിനെ പറ്റിയിട്ട് ഇവരെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആക്ച്വലി അതായത് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നതെന്ന് ഡോക്ടേഴ്സ് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നവരെ നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്യാൻ പോവാണ്, അവർക്ക് ഒരു റിയാലിറ്റി ചെക്ക് കൊടുക്കാൻ പോവാണ്. either they should be really doctor or maybe some other profession. See, നമ്മളൊരു കൈൻഡ് ഓഫ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ MBBSന് അഡ്മിഷൻ എടുക്കണം അല്ലെങ്കിൽ MBBS പഠിക്കണം എന്ന് വരുന്ന ആൾക്കാർ സാധാരണ രീതിയിൽ നമുക്ക് ഓക്കെ ഫൈൻ സെറ്റാണ്, ഈ ലോകത്ത് എവിടെ പറഞ്ഞാലും വി ക്യാൻ ഗെറ്റ് ദം അഡ്മിഷൻ, ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള പണി അതാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ കുറച്ച് കാശുണ്ടാക്കി കൊടുക്കുക. അല്ല, ഇത് സംഭവം എന്താ പറഞ്ഞാൽ നമ്മൾ പാരന്റ്സിനും സ്റ്റുഡൻസിനും ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഒരാളുടെ ജീവിതത്തിൽ 6 വർഷം. അത് മാത്രം പോരാ, അതിന് മുമ്പും, അതായത് ഒരു നീറ്റ് എക്സാമിന് വേണ്ട സ്റ്റുഡൻറ്റ് ഒരു 11th കഴിയുമ്പോഴേക്കും നീറ്റിന് പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ഡൗൺ ദ ലൈൻ അത് കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഹി ഷുഡ് ഗോ സംവെയർ ഔട്ട്സൈഡ്. അപ്പോൾ ഒബ്വിയസ്ലി എവിടെയെങ്കിലും പോകണം. അത് എവിടെ പോകണ്ടെന്നുള്ളത് അനദർ ചോയ്സ്. അത് കഴിഞ്ഞ് എങ്ങനെയുള്ള 6 വർഷം അതിന് സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് FMG പ്രിപ്പയർ ചെയ്യണം, ഇത് ക്രാക്ക് ചെയ്യണം, അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുക്കണം. ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു MBBS ഡോക്ടറിന് അല്ലെങ്കിൽ ഒരിക്കലും എക്സൽ ആവാൻ പറ്റില്ല. MBBS കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു വന്ന് നിൽക്കുന്ന ആൾക്കാർ വരെ എൻ്റെ അടുത്തുണ്ട്. അതായത് നീറ്റ് കഴിഞ്ഞു, സം കൺട്രി അവർ പോയിട്ട് MBBS കഴിഞ്ഞിട്ട് അല്ല സാർ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. FMG എന്നെ കൊണ്ട് എഴുതാൻ വയ്യ, അതൊന്നും അന്ന് എൻ്റെ അടുത്ത് കാര്യമായിട്ട് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും എഴുതാനുള്ള ഇതൊന്നും എനിക്കില്ല. ഈ 5 വർഷം തന്നെ ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, എനിക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യണം.
ഈ വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്താൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് MBBS ജോയിൻ ആവുന്ന സമയത്ത് തന്നെ എന്താണ് ഈ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ല, ഈവൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറ്റുകയാണെങ്കിൽ വി ആർ ട്രൈങ് ടു ഗിവ് ദം എ വിർച്വൽ റിയാലിറ്റി ഓഫ് ഹൗ എ ഡോക്ടർ വിൽ ബി. വെർച്വൽ ഇന്റേൺഷിപ്പ് വരെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്. വി ആർ ഗിവിംഗ് ദാറ്റ് ആക്ച്വലി. ഒരു വെർച്വൽ ഇന്റേൺഷിപ്പ് സേ ഒരു 2 to 3 hours just they wanted to experience like how a doctor life should be like, how should be they mentally prepared. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലോജിക്ക് വളരെ ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എഞ്ചിനീയർ ആണ് ഇപ്പോഴും. പക്ഷേ ഐ യൂസ് ടു വർക്ക് ദർ. ഒരു മോശം എഞ്ചിനീയർ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത് മെഷീൻസിനായിരിക്കും. ഇഫ് ഐ എം എ ബാഡ് എഞ്ചിനീയർ മേ ബി ഞാനിപ്പോൾ കുറച്ച് മെഷീൻസിന് ഡാമേജ് ഉണ്ടാക്കുമായിരിക്കും. ഒരു ഡോക്ടർ മോശമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ഡാമേജ് ചെയ്യാൻ പോകുന്നത് ഇവിടെ പ്രഷ്യസ് ആയിട്ടുള്ള ഹ്യൂമൻ ലൈഫിനാണ്. അപ്പൊ നമ്മൾ ഈ കത്തി ഒരാളെടുത്ത് കൊടുക്കുന്നതിന്റെ മുമ്പേ വി ഷുഡ് ഹാവ് ദാറ്റ് ക്ലാരിറ്റി. അത് പാരന്റിനും വേണം, സ്റ്റുഡന്റിനും വേണം. ഐ ഫീൽ ലൈക്ക് യുനോ അത് ആക്ച്വലി ഒരു സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളൊരു കരിയർ ബാഡ് ആവുക എന്ന് പറഞ്ഞത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലോകത്ത് ആക്ച്വലി ഇത് അവർക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന കാര്യമാണ്. ലെറ്റ് ഇറ്റ് ബി എനി കരിയർ. ഒരു കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും ഇന്ന് അൺഹാപ്പി ആയിട്ട് നമ്മൾ കാണുന്ന ഒരു 90% ആൾക്കാരുടെയും മെയിൻ പ്രശ്നം അവരുടെ കരിയറിൽ അവർ ഹാപ്പി അല്ല എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ നമ്മൾ അന്ന് എടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് വെച്ചിട്ട് 60% ഓഫ് ദ പ്രൊഫഷൻസ് ആർ നോട്ട് ഡൺ ബൈ റൈറ്റ് പ്രൊഫഷണൽസ്. അതായത് പഠിച്ച കോഴ്സ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിച്ച പ്രൊഫഷൻ വർക്ക് ചെയ്യുന്നവർ 40% ഉള്ളൂ. ഇത് ഞങ്ങൾ പറയുന്നതല്ല, വേൾഡ് എക്കണോമിക് ഫോറം തന്നെ പറയുന്നതാണ് ആക്ച്വലി. അതായത് 40% ആൾക്കാർ ഹാപ്പി അല്ല, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ജോലിയല്ല ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എഞ്ചിനീയറിംഗ് എടുക്കുക, എന്നിട്ട് ആലോചിക്കാൻ ബാക്കി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലേ? ഇപ്പൊ യൂറോപ്പിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് ആക്ച്വലി ഞാൻ ആലോചിക്കും എങ്ങനെയാ നമ്മൾ ഇവരെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കുക എന്നുള്ളത്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ദേ ആർ ലൈക്ക് യുനോ ദാറ്റ് പ്രിസൈസ് ആൻഡ് ദേ ഹാവ് ദ ക്ലാരിറ്റി ഇതെങ്ങനെ വേണമെന്നുള്ളത്. നമ്മളിത് ചെയ്തിട്ട് ആലോചിക്കാമെന്നുള്ളൊരു ലോജിക് പറഞ്ഞു വരുമ്പോൾ മേ ബി ലൈക്ക് വി ആർ എല്ലാവരും പറയും വി ആർ ട്രൈങ് ടു കിൽ ഓഫ് സോ മെനി ഡ്രീംസ്. പക്ഷേ ഡ്രീംസ് ഇസ് വൺ സൈഡ്. ഇപ്പൊ നമ്മൾ റീസെന്റ് നമ്മൾ അവിടുന്ന് ഒരു പാകിസ്ഥാനി സ്റ്റുഡന്റിനെ മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ ആദ്യം വന്നത് എൻ്റെ അടുത്ത് ഹി വാണ്ടഡ് ടു ഗോ ടു ജോർജിയ, MBBS ചെയ്യാൻ ജോർജിയ പോകണം. സോ നമ്മൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് ഇങ്ങനെ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ ജസ്റ്റ് ചോദിച്ചു ഹൗ ഡിഡ് യു റീച്ച് ഔട്ട്, നമ്മൾ ഇത് എങ്ങനെയാണ് റിയലൈസ് ചെയ്തത് യു വാണ്ട് ടു ബി എ ഡോക്ടർ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇറ്റ്സ് മൈ പാരൻസ് ഡ്രീം. ഞാൻ പറഞ്ഞു ആർ യു റിയലി വില്ലിംഗ് ടു ബി എ ഡോക്ടർ ഓർ നോട്ട് എന്ന് ചോദിച്ചു. പറഞ്ഞു നോ മൈ പാരൻസ് ആർ വെരി കീൻ ടു മേക്ക് മീ എ ഡോക്ടർ. ആ ഒരു പ്രഷറിലാണ് ഞാനിപ്പോൾ ഓപ്ഷൻസ് സെർച്ച് ചെയ്യുന്നത്. ഐ വാണ്ടഡ് ടു ബി സംവെയർ വിച്ച് ഇസ് നിയർ ബൈ UAE, പെട്ടെന്ന് ആക്സസിബിളും കൂടെ ആവാൻ പറ്റുന്ന ഒരു കൺട്രി വേണം എന്ന് പറഞ്ഞുകൊണ്ട് മേ ബി ജോർജിയ ഓർ ഉസ്ബെക്കിസ്ഥാൻ സംതിങ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഓപ്ഷൻ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്, ലൈക്ക് ട്രൈങ് ടു ഹെൽപ്പ് യു ഔട്ട്, നിങ്ങളുടെ സ്ട്രോങ് സ്കിൽ എന്താണ്, ആൻഡ് ട്രൈങ് ടു കിൽ ഓഫ് ദറ്റ് എക്സ്പെക്ടേഷൻ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പാരന്റ് ആൻഡ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ കിഡ്സിൻ്റെ ഇടയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ പ്രഷർ വിട്ട് അതൊരു റിയാലിറ്റി ചെക്കിൽ കൊണ്ടുവന്ന് പാരന്റിനെ സ്റ്റുഡൻറ്റിനെ അവെയർ ആക്കുക. ദിസ് ഈസ് വാട്ട് യു ആർ, നിങ്ങളുടെ സ്ട്രോങ് സ്കിൽ ഇതാണ്. ഇത് ഇപ്പോൾ ഒരു എംപതിയോ അല്ലെങ്കിൽ ഒരു റിപ്പിറ്റേറ്റീവ് പെർസിസ്റ്റൻസ് ജോബൊക്കെ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഡോക്ടർ ആകാൻ പറ്റില്ല, റൈറ്റ്? അപ്പൊ അങ്ങനത്തെ ഒരാളെ കൊണ്ടുപോയിട്ട് ഡോക്ടർ ആക്കി കഴിഞ്ഞാൽ ഡൗൺ ദ ലൈൻ ഹീൽ ബി അണ്ടർ ഇമ്മൻസ് പ്രഷർ. അപ്പൊ he'll be under pressure. The patients nurses or other professionals who are working with him എല്ലാവരും പ്രഷറിലായിരിക്കും. everyone will be under pressure actually. ഈ പാരന്റ്സിന്റെ ഡ്രീമിന് വേണ്ടിയിട്ട് പഠിക്കുകയും ജോലി ചെയ്യുന്നൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. പാരന്റ്സിനോടൊന്നും നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, ഞാൻ അതിൽ ആ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാരൻസ് വന്നു, അവർ ഡോക്ടേഴ്സാണ് രണ്ടുപേരും. അവരെൻ്റെ അടുത്ത് വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു വാങ്ങി കേൾക്കുന്നില്ല, യു മേക്ക് ഹിം എ ഡോക്ടർ. ഐ സെഡ് ഐ കാൻ ഡു ഇറ്റ്. എനിക്ക് ടെസ്റ്റ് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. യു ടെൽ ഹിം ഡോക്ടർ ആവാൻ ഓക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കും. ഐ കാൻ ഡു ഇറ്റ്, ഐ ആം നോട്ട് ദ റൈറ്റ് പേഴ്സൺ. അല്ലേ? ഞാനിത് ചെയ്യുന്നത് തന്നെ ഇതൊന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പാരൻസിന് ഒരു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ദ റൈറ്റ് പീപ്പിൾ. അതായത് റൈറ്റായിട്ടും അവരുടെ കുട്ടിക്ക് എന്ത് വേണം എന്ന് പ്രോപ്പറായിട്ട് ചിന്തിക്കുന്ന പാരൻസ് ഉണ്ടല്ലോ. മേ ബി ക്ലാരിറ്റി മിസ്സിംഗ് ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് എത്ര അധികം നേരത്തെ പറഞ്ഞ പോലെ എത്ര അധികം സമയം സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല. For them only will be the right choice. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ലെറ്റ് ഇറ്റ് ബി ഡോക്ടർ ഓർ എനി അതർ പ്രൊഫഷൻ ഏതാണെങ്കിലും ഡൗൺ ദ ലൈൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് നമുക്ക് സ്റ്റുഡൻറ്റിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഹെൽപ്പ് ദം ടു ചൂസ് വിച്ച് സബ്ജക്ട്സ് ദേ ഷുഡ് ടേക്ക്. 11th and 12th അവർ ഏത് സബ്ജക്റ്റ് എടുക്കണം, അത് കഴിഞ്ഞ് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവർക്ക് പോസിബിൾ
ബേസ്ഡ് ഓൺ ദെയർ കാലിബർ. അതെ. ആ പ്രൊഫഷൻസ് അവർക്ക് ചൂസ് ചെയ്യാം ആൻഡ് വി വിൽ ഗിവ് ദം ദോട്ട് ഓപ്ഷൻസ് ആൻഡ് ദെൻ ആ പ്രൊഫഷൻ ബേസ്ഡ് ഓൺ ദർ ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഫഷനെ നമ്മൾ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കാൻ പോവാം. ഇതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി റെഡി ആയിട്ട് നിങ്ങൾ പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ആവണം. ഇപ്പോൾ എക്സാമ്പിൾ ഡോക്ടർ MBBS എടുക്കുകയാണെങ്കിൽ യു വിൽ ടെൽ ദം 4th ഇയർ തൊട്ടിട്ട് യു ഷുഡ് പ്രിപ്പയർ ഫോർ FMG. നാട്ടിലേക്ക് വരാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ, മാസ്റ്റേഴ്സ് പുറത്തു പോകാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അവർ ഏത് കൺട്രിക്കാണോ, ഇപ്പോൾ USML ആണോ പ്ലാബ് ആണോ, അതിനനുസരിച്ച് അതിന് പ്രിപ്പയർ ആവാൻ 4th ഇയർ തൊട്ടിട്ട് നമ്മുടെ കരിയർ മാപ്പിൽ ഉണ്ടാവും 4th ഇയർ നിങ്ങളുടെ ടാർഗറ്റ് ഇതാണ്. അതിന് പറ്റിയ റൈറ്റ് പേഴ്സൺസ് റൈറ്റ് ടീമിനെ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദേ ക്യാൻ പ്രിപ്പയർ അക്കോർഡിംഗ്ലി. അപ്പോൾ ഒരു 8 to 9 years ഡൗൺ ദ ലൈൻ കരിയർ മാപ്പ് ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളെ കൈൻഡ് ഓഫ് എ ഡ്രീം ഫോർ us. അപ്പോൾ അതായിരിക്കണം ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് പാത്വേ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് എത്രത്തോളം പാരൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നുള്ളത്. ഇതിൽ വേറൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന സ്റ്റുഡൻസ് ഒക്കെ, അതായത് 12th പഠിക്കുന്ന, ഇപ്പോൾ 10th പഠിക്കുന്നൊക്കെ സ്റ്റുഡൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവർ വർക്ക് ഫോഴ്സിലേക്ക് എൻ്റർ ആവുന്നുണ്ടാവുക സംവെയർ അറൗണ്ട് ബൈ 2030 or 2032 ആ ഒരു സമയത്തായിരിക്കും. ആ സമയത്ത് ഇന്നുള്ള എത്ര % ജോബ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഇല്ല. പുതിയ ജോബ്സ് എന്തൊക്കെ വരും എന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല. നമ്മൾ ആക്ച്വലി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം വെച്ചിട്ടാണ് അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? ഇവിടെ അവർക്ക് വേണ്ടത് പ്രോപ്പറായിട്ട് അവർക്കൊരു ലോജിക് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. സേ ലൈക്ക് ദിസ്, ഐ ബ്രേക്ക് ഡൗൺ ഇറ്റ് ലൈക്ക് ദിസ്. ആക്ച്വലി നമ്മുടെ ഇനി വരുന്ന കാലത്തേക്ക് സ്റ്റുഡൻസിന് വേണ്ടത് 21st century സ്കിൽസ് ആണ്. 21st century സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, കൊളാബറേഷൻ സ്കിൽസ്, റിസർച്ച് സ്കിൽസ്, ഇത്രയും സ്കിൽസ് ആയിരിക്കണം. അത് വെച്ചിട്ടായിരിക്കണം അവർ വർക്കൗട്ട് ചെയ്തെടുക്കേണ്ടത്. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു 5 വർഷം മുമ്പേ ഞാനൊരു 5 മണിക്കൂർ 6 മണിക്കൂർ എടുത്ത് ചെയ്തിരുന്ന ഒരു പണി ഇന്ന് എനിക്ക് 2-3 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് 2025 ഈ കഴിഞ്ഞ 2-3 വർഷം കൊണ്ടാണ് ഇത്രയധികം അഡ്വാൻസ്മെന്റ് വന്നത്. ഇനി അടുത്ത 5 വർഷം കൊണ്ട് അഡ്വാൻസ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ല. അപ്പോൾ ആ ഒരു അവയർനെസ് പാരൻസിനും സ്റ്റുഡൻസിനും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ആർ ഡൂംഡ്. അവരിനിപ്പോൾ ഏത് രാജ്യത്ത് പോയിട്ട് പഠിച്ചിട്ടും കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി അബൌട്ട് ദെയർ സ്കിൽസ്. അവർക്ക് അതിനെ പറ്റിയിട്ട് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ദാറ്റ്സ് വാട്ട് വി ആർ ലുക്കിംഗ് ഇൻ ടു ആക്ച്വലി. അതുകൊണ്ടാണ് ഈ ഒരു 8 വർഷത്തെ കഥ തന്നെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലി തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എക്സലിൽ വർക്ക് ചെയ്യുക, ഓർ എൽസ് ബേസിക് ഡാറ്റ വർക്കിംഗ് ഉള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ആൻ അനലൈസിങ് എ ഡാറ്റ എന്നുള്ള സംഭവമൊക്കെ നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. ഇപ്പോൾ അതൊരു പവർ BI യൂസ് ചെയ്തുകൊണ്ട്, ഓറൽസ് അല്ലെങ്കിൽ ഒരു AI ഇൻറ്റഗ്രേറ്റഡ് പവർ BI ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിൽ നിന്ന് എന്ത് ഔട്ട്കം കൊണ്ടുവരണം എന്നുള്ള നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഒരു 5 ആൾക്കാരെ പണി പോയി, അല്ലേ? ഒരു 48 hours ഓഫ് ഒരു ടൈം ഷീറ്റ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞ പ്രൊഫഷണൽ നമ്മൾ ചെയ്യുന്നതാണ്. 48 hours ഫില്ല് ചെയ്യേണ്ട സംഭവം 3 or 5 minutes ഉള്ളിൽ നമുക്ക് AI തരാൻ പോവാ. പിന്നെ 5 ലേബേഴ്സിന്റെ കാര്യം പോയി. അപ്പൊ ഇതിനൊക്കെ പ്രിപ്പയർ ആവുക എന്നുള്ളത് ഡൗൺ ദ ലൈൻ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഫോർകാസ്റ്റ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഡൗൺ ദ ലൈൻ സ്റ്റുഡൻസ് ഓൾസോ ഷുഡ് ബി പ്രോഗ്രസീവ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു കരിയർ പാത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു റിയാലിറ്റി വെച്ചുകൊണ്ട് ദേ ഓൾസോ വിൽ ബിക്കം ഇൻ ടു ദാറ്റ് ടോൺ ഓഫ് പ്രോഗ്രസീവ് തിങ്കിങ്. അപ്പൊ അവരുടെ സ്ട്രോങ് ഏരിയ അവർ ഐഡന്റിഫൈ ചെയ്തല്ലോ, പിന്നെ പ്രോഗ്രസീവായി തിങ്ക് ചെയ്യാം. അപ്പൊ നമ്മളൊക്കെ ചേഞ്ച് ആവുന്നത് അവിടുന്നാണ്. നമ്മുടെ സ്ട്രോങ് ഫോർട്ട് എന്താ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മളൊരു കരിയർ ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ അതിൽ എത്തി കഴിയുമ്പോഴാണ് വി ആർ ബിക്കമിങ് സ്ട്രോങ് ഇൻ ദാറ്റ് ഏരിയ. തൻവീർ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? വെൻ യു കെയിം അക്രോസ് വാട്ട് ഈസ് യുവർ സ്ട്രോങ്ങസ്റ്റ് പൊട്ടൻഷ്യൽ, അതിലാണ് ഇപ്പൊ എക്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഡിറൈവ് ചെയ്യുന്നത് കാണും ടൈം എടുക്കാൻ പോകുന്നത്, ഒരുപാട് ടൈം എടുക്കും അത് ഡിറൈവ് ചെയ്ത് എത്താൻ വേണ്ടിട്ട്. ആ ഡിറൈവേഷൻ ഡ്യൂറേഷൻ നമ്മൾ എളുപ്പമാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇതും ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ സ്റ്റുഡൻസിന്റെ കയ്യിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവരെ നമുക്ക് വി കാൻറ്റ് ഫോഴ്സ് ദം ടു വർക്ക് ടുവേർഡ്സ് ഇറ്റ്, അല്ലേ? അങ്ങനെയും സംഭവിക്കാറുണ്ട് ആക്ച്വലി. ചില ആൾക്കാർ നമ്മളൊരു ചില ആൾക്കാർ ക്ലാരിറ്റി മിസ്സിംഗ് ഉണ്ട്, ഒരു പ്രോപ്പർ റോഡ് മാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ പിക്ക് അപ്പ് ഫ്രം ദെയർ. ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ എത്ര പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത് ആക്ച്വലി അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക്. അതായത് ഇപ്പം ഞാൻ അതെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല പാരൻസും എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്തേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഈ നമ്മൾ ജാതകം നോക്കാൻ പോകാന്നൊക്കെ പറയില്ലേ, ചില ആൾക്ക് ഹിന്ദു ട്രഡീഷനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ശരിയാവുന്നുള്ളതാണ്. ഇറ്റ് വോണ്ട് വർക്ക് ലൈക്ക് ദാറ്റ്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണ്ടേ. ഇപ്പം എൻ്റെ അടുത്തേക്ക് ഒരു സ്റ്റുഡൻറ്റിനെ കൊണ്ട് തരുമ്പോൾ പാരൻസ് വിചാരിക്കുന്നത് ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. It's not like that. ഇതിൽ നമ്മൾക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ വിൽ ബി ഗിവിംഗ് ദം എ പ്രോപ്പർ പ്ലാൻ. ആക്ച്വലി ദേ ഷുഡ് വർക്ക് ടുവേർഡ്സ് ഇറ്റ്.
ഞാൻ അത് എടുത്ത് പറയാൻ കാരണം നേരത്തെ ചോദിച്ചില്ലേ, അതായത് പാരന്റ്സിനോട് എന്താണ് പറയാനുള്ളത് ചോദിച്ചില്ല. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് പാരന്റ് എൻ്റെ അടുത്ത് പറയാം, ഇവരെന്തൊക്കെയോ കഥ പറയണ്ടല്ലോ, എന്നാ ഒന്ന് വിളിച്ചിട്ട് എല്ലാ ക്ലാരിറ്റി ഒറ്റ ദിവസം കൊണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക് മേ ബി, റൈറ്റ്? നമുക്ക് വി ക്യാൻ ബി എ കോൺസ്റ്റന്റ് കമ്പാനിയൻ ഫോർ ദം. അവരെ നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനാണ് പറ്റുന്നുണ്ടാവുക. പിന്നെ സ്റ്റുഡൻസ് പറഞ്ഞാൽ ഇവോൾവിംഗ് ആണല്ലോ, ലൈക്ക് കൈൻഡ് ഓഫ് സിറ്റുവേഷനലി ഇവോൾവിംഗ് ആയിട്ടുള്ള ആൾക്കാരും കൂടെ ആകുമ്പോൾ, ബട്ട് അവരൊരു ബേസിക്സ് ഇൻസ്റ്റിങ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നാണ് പിന്നെ ബിൽഡപ്പ് ആവുന്നത്. സോ ആ ബേസിക്സ് മാത്രമാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അത് ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബേസിക്സിന് എങ്ങോട്ട് വേണമെങ്കിലും അവർക്ക് പ്രോഗ്രസീവായി പോവാം. അതാണ് ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അല്ല, അപ്പൊ നിങ്ങളുടെ ഒരു രീതി ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു കൺസൾട്ടൻസിന് ഒരാൾ, എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റെ അടുത്തേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ടിപ്പിക്കൽ ഒരു തിങ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് അവർ തീരുമാനിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഏതൊരാളടുത്തും നിങ്ങൾ ആദ്യം പറയുന്നത് അതവിടെ നിർത്ത്, നമ്മളൊന്ന് അസസ് ചെയ്യട്ടെ നിങ്ങളെ എന്നുള്ളത്, അങ്ങനെയാണ് നിങ്ങളുടെ ചില സ്റ്റുഡൻസിന്റെ കേസിൽ അവർക്ക് എക്സ്ട്രീം ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ററാക്ട് ചെയ്ത പല ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ കുറച്ച് സർപ്രൈസ്ഡ് ആയി പോകും, ഭയങ്കര വിഷണറി ആയിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വി ക്യാൻ ജസ്റ്റ് ഗൈഡ് ദം. അല്ല, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് ഇന്ന് വരെ വളരെ സ്പെസിഫിക് ആയിരിക്കും, അത് നമുക്ക് എടുത്തു കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒന്ന് സംസാരിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടായി പോകുന്നതെന്നുള്ളത്. ദെൻ വി ഹാവ് ടു ടെൽ ദം ഓക്കെ വി ടേക്ക് യു ത്രൂ ദിസ് പ്രോസസ്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ തൻവീർ ചോദിച്ചതിന്റെ കറക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്റ്റുഡന്റ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളടുത്ത് പറയണ എനിക്ക് എഞ്ചിനീയറിംഗിൽ പോകണം, കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കേണ്ടത്. ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചു, ലൈക്ക് കമ്പ്യൂട്ടർ സയൻസിൽ എന്ത് പ്രൊഫഷനിക്ക് മൂവ് ചെയ്യാനാണ് പ്ലാൻ എന്ന് ചോദിച്ചു. മേ ബി AI, ഇനി അല്ലാന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഈസ് ഓൾസോ ഫൈൻ. പിന്നെ എനിക്ക് കുറച്ച് താല്പര്യം ഓട്ടോമേഷനോടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു 30 to 40 സെക്കൻഡ്സിനുള്ളിൽ 3 പ്രൊഫഷൻ ഓൾറെഡി ടച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു സ്റ്റുഡൻ്റായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ലൈക്ക് അവർ ക്ലാരിറ്റി ഉള്ളവരാണോ, ലൈക്ക് ആർ ദേ ഓപ്ഷണൽ എന്നുള്ളത്. ഓപ്ഷൻസ് ഒരേ സംഭവത്തിന്റെ ഓപ്ഷൻസ് ആണെങ്കിൽ സ്റ്റിൽ ഫൈൻ, ബട്ട് എല്ലാം ഡ്രാസ്റ്റിക് ആയിട്ട് വരുമ്പോൾ ഒറ്റയടിക്ക് പിന്നെയും പറയും എയറോനോട്ടിക്കൽ ആണെങ്കിലും കുഴപ്പമില്ല, ഓക്കെ ഇവരാണ് റിസ്ക്. അപ്പൊ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. വി വിൽ ഹാവ് ടു അസസ്. ബട്ട് സെയിം ടൈം സം ഓഫ് ദിസ് സ്റ്റുഡൻസ് ഹു കെയിം, ഷി വാസ് വെരി ബ്രില്യൻറ്റ് ആൻഡ് ടോൾഡ് മീ ലൈക്ക് ആനിമൽ സയൻസിലേക്കാണ് പോകേണ്ടത്, ഐ വാണ്ട് ടു സ്റ്റഡി ഇൻ ദിസ് യൂണിവേഴ്സിറ്റി, ഈ സിലബസ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്, അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ വെരി ഈസി ഫോർ us, നമ്മൾ ആ ഒരു പ്രോസസ്സേ കിൽ ഓഫ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുന്ന പിള്ളേരും ഉണ്ട്. അവർ MBBS ആണെന്ന് പറയുമ്പോൾ ഹൗ ഡിഡ് യു റീച്ച് ഔട്ട് എന്ന് ചോദിക്കും, ഔട്ട് ഓഫ് പാഷൻ. എന്നെ ചൈൽഡ്ഹുഡിൽ ഒരു സ്റ്റുഡൻറ് അങ്ങനെയാണ്, ചൈൽഡ്ഹുഡിൽ ഒരു പീഡിയാട്രീഷ്യൻ ആണ് എന്നെ സേവ് ചെയ്തത്, ഐ ഹാഡ് എ വെരി ഹെൽത്ത് റിസ്ക് പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് ഐ എം ഫാസിനേറ്റഡ് ടു ബി എ ഡോക്ടർ എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ അതർ ഓപ്ഷൻ ഫോർ ഹിം, MBBS പോയേ പറ്റുള്ളൂ. സോ അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് കൊടുക്കുക, ലൈക്ക് വി വിൽ ഗൈഡ് ദം ത്രൂ ഹൗ ദേ ഷുഡ് ടാക്കിൾ, എങ്ങനെ പ്രിപ്പയർ ആവണം നീറ്റിന്, അത് കഴിഞ്ഞ് ഹൗ ഷുഡ് ദേ പ്രിപ്പയർ ഫോർ മാസ്റ്റേഴ്സ്, അത് കഴിഞ്ഞ് വർക്ക് പ്രൊഫഷനിലേക്ക് വരാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും, ഇതൊക്കെയാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റുക. ഡിഫൈൻഡ് ആയിട്ട് വരുന്നവർക്ക് അവർ അതിൽ എങ്ങനെ എക്സൽ ചെയ്യാന്നുള്ള ഗൈഡൻസ് കൊടുക്കുക, അല്ലാതെ വരുന്നവർക്ക് അതിനൊരു ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് അതിനുള്ള ഗൈഡൻസ് കൊടുക്കുക. ബ്യൂട്ടിഫുൾ. ഈ പഠിക്കാൻ ഒരു പ്രായമില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു പ്രവാസി ഒരു ഇതിൽ നോക്കുമ്പം ഇപ്പം സാഹചര്യം കൊണ്ട് ഏതൊക്കെ കോഴ്സ് എടുത്തു, പിന്നെ ഇങ്ങനെ പഠിച്ചു, ഇപ്പം അവരുടെ ഒരു യഥാർത്ഥ പാഷനും പൊട്ടൻഷ്യലൊക്കെ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഇപ്പോൾ ഒരു കരിയർ സ്വിച്ച് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരോടുള്ളൊരു അപ്രോച്ച്? അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഷെയ്ഫുൾ ആയിരിക്കും, കുറച്ചും കൂടെ എന്താ വെച്ചാൽ ഐ തിങ്ക് ഹി ഈസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ്, ഹി സീയിങ് എ ലോട്ട് ഓഫ് പേഴ്സൺസ് ലൈക്ക് ദാറ്റ്. ഇവിടെ അങ്ങനത്തെ ഒരു ഒരുപാട് എൻക്വയറീസ് അങ്ങനെ വരുന്നുണ്ട്. ഐ എം ഡു ഹെൽപ്പിംഗ് ദം. കാരണം നമ്മുടെ അടുത്തുള്ള അവൈലബിൾ ഓപ്ഷൻസ് വെച്ചുകൊണ്ട് ഐ റിയലി ഡു ഹെൽപ്പ് ദം. 2-3 കാറ്റഗറീസ് ആണ്. ഒന്ന് ലോങ് ടേം വർക്കിംഗ് പ്രൊഫഷണൽസ്, മോർ ദാൻ 5 to 6 years ഒക്കെ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, മേ ബി ഡൗൺ ദ ലൈൻ ദേ ജസ്റ്റ് ഡിഡ് ദെയർ ബാച്ചിലേഴ്സ്, പക്ഷെ അവർ പ്രൊഫഷണലി ഭയങ്കര എക്സലായി, ബട്ട് അവരൊന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് എത്തിയെന്ന സെൽഫ് ഫീലിംഗ് വരാനും, പ്രൊഫഷണലി അവർക്ക് വേണ്ട ഒരു സാധനം പഠിച്ചു എന്നുള്ളൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം പ്രൊഫഷണലി അറ്റസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ചില ടൈമിൽ ഒരു നെസസിറ്റിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വല്ല മാസ്റ്റേഴ്സ് ഓഫ് അല്ലെങ്കിൽ MBA അങ്ങനെ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് MBA, ഇന്റർനാഷണൽ MBA, ഇതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ചോദിച്ചു വരുന്നവർക്ക് നമ്മളത് കൊടുക്കാറുണ്ട്. ഡൗൺ ദ ലൈൻ മേ ബി 12th ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഒരു ലോങ് ബ്രേക്ക് ഒക്കെ എടുത്ത് മേ ബി ബിസിനസ് സൈഡിലേക്ക് പെട്ടെന്ന് പോയി അതിൽ പിന്നീട് എക്സൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ആൾക്കാരും വരുന്നുണ്ട്. ലൈക്ക് റീസെൻ്റ്ലി ഖത്തറിൽ തന്നെ ഒരു ആൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് വെരി ട്രാൻസ്പെറൻ്റ്ലി ഞാൻ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നേരെ ഇങ്ങോട്ട് കയറി പോന്നു. 12th കഴിഞ്ഞ് പിന്നെ BCom ജോയിൻ ചെയ്തിരുന്നു, പിന്നെ ഉപ്പൊക്കെ മരണപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു.
പിന്നെ ആള് വർക്കിൽ അങ്ങനെ കണ്ടിന്യൂ ആയി. ഇപ്പം എനിക്കൊരു 35 വയസ്സായി, ഇനി പഠിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞാൽ എന്താ പഠിക്കാമല്ലോ, നമുക്ക് ഒരു BBA ചെയ്യാം. BBA ചെയ്തിട്ട് അതിൻ്റെ ബേസിക്സ് നമുക്കൊരു MBA കൂടെ ചെയ്യാം. അതോടുകൂടെ എവറിത്തിങ് ഈസ് സോർട്ടഡ്, യു ആർ പ്രൊഫഷണലി വെരി ഗുഡ്. നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു എൻവയോൺമെന്റ് ആണ് ദുബായ്. ഇവിടെ ഓൺലൈൻ ഓൾസോ ഓപ്ഷൻസ് ആർ ദെയർ, ഓഫ്ലൈൻ ഓൾസോ ഓപ്ഷൻസ് ആർ ദെയർ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഖത്തറിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഫൈൻ, ഞാൻ ഓൺലൈനിൽ ഹെൽപ്പ് ചെയ്യാം. ഹി ഈസ് ഡൂയിങ് റിയലി ഗുഡ്. ആൾ ഉദ്ദേശിച്ച പ്രൊഫഷനിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫൈഡ് ആയി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആൾക്കുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇതിപ്പോൾ ചെയ്തുകൊണ്ട് എനിക്കൊന്നും നേടാനൊന്നുമില്ല, പക്ഷെ എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എനിക്കിത് നിർബന്ധമാണെന്ന് പറഞ്ഞു. സോ അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെ ബിഗിനർ കരിയറിലുള്ള ആൾക്കാർ, ലൈക്ക് ഒരു 2 years ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അവരെ പ്രൊഫഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കലി റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയാം. അവരുടെ സാലറി സ്കെയിൽ അവർക്ക് ഒരു ഇന്റേണൽ ജോബ് സ്വിച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഡൗൺ ദ ലൈൻ ഒരു 15% ഒക്കെയാണ് ഹൈക്ക് കിട്ടുക മാക്സിമം ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ. അതിൽ നിന്ന് നേരെ ഒരു MBA ഒക്കെ ചെയ്ത്, ലെറ്റ്സ് വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ലൈക്ക് സ്പെഷ്യലൈസ്ഡ് MBA, ഡാറ്റാ സയൻസ്. നൗ-എ-ഡേയ്സ് ഡാറ്റ ആണല്ലോ, എനി കമ്പനി വിൽ ബി ലുക്കിംഗ് അറ്റ് സമ്മൺ ടു അസിസ്റ്റ് അനലൈസിങ് ഇറ്റ്. അപ്പോൾ ഒരു IT പ്രൊഫഷണൽ ഓർ എനിവൺ ഹൂസ് വർക്കിംഗ് ഇൻ എ കമ്പനി, അവർക്കൊരു MBA ഇൻ ഡാറ്റാ സയൻസ് ഓർ MBA ഇൻ AI, MBA in digital marketing, MBA in cyber security, ഇങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് MBAs ഓൾസോ അവൈലബിൾ ചെയ്യാം. ഡൗൺ ദ ലൈൻ 1 year കോഴ്സ് ആവാം, ഓൺലൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല വാലിഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഫ്രം UK, ഫ്രാൻസ്, സ്വിസ്, എവരിവെയർ. അപ്പോൾ ഇതൊക്കെ ആണ് അവർക്ക് സിമ്പിളായിട്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു 25,000 to 27,000 ഒക്കെ ആവും ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഒരു 30% ഹൈക്കിന് അവർക്ക് സിമ്പിളായി അപ്ലൈ ചെയ്യാം. വെൻ ദേ ആർ ട്രൈങ് ഫോർ എ ന്യൂ കമ്പനി, അവരൊന്ന് അപ്ഗ്രേഡ് ആയി CV-ക്ക് വെയിറ്റേജ് കൂടി, ദേ ക്യാൻ അപ്ലൈ ഫോർ എ സീനിയർ ലെവൽ പൊസിഷൻ ഓർ എ മാനേജർ ലെവൽ പൊസിഷൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം വർക്കിനൊന്ന് മാനേജ് ചെയ്യാൻ അവർക്ക് അപ്ലൈ ചെയ്യാമല്ലോ. അതിൽ നിന്ന് നേരെ 30% ഓഫ് ഇൻക്രിമെൻറ്റാണ് വരാൻ പോകുന്നത്. ഒരു 8 months അവർ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ വരാൻ പോവാം. പിന്നെ അവർക്ക് ലൈഫ് ടൈം റിട്ടേൺസ് ആണ് വരാൻ പോകുന്നത്. ആൻഡ് ഇതൊരു ഫാസിനേഷൻ ആണ്. സെൽഫ് ഡെവലപ്മെന്റിലേക്ക് പിന്നീട് അവർ ഫാസിനേറ്റഡ് ആവും. ദെൻ ദേ വിൽ സ്റ്റാർട്ട് ലേണിംഗ് മോർ. ഒരു കിക്ക് സ്റ്റാർട്ടിന് എപ്പോഴും നല്ലതാണ് സെൽഫ് അപ്ഗ്രേഡിങ് എന്നുള്ളൊരു പരിപാടിയൊക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് വി ഹെൽപ്പ് വിത്ത് പ്രൊഫഷണൽസ്. ആൾക്കാരും ഇങ്ങനെ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് അവെയർ അല്ലാന്ന് തോന്നുന്നുണ്ട്. അതായത് അവർക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ഇത് എന്ത് ചെയ്യണം, ആരെ സമീപിക്കണം, ട്രസ്റ്റബിൾ ആണോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞൊരു ലോജിക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഈ ഒരു പെർസ്പെക്റ്റീവിൽ, അതായത് പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സംതിങ് ലൈക്ക് ദേ ഷുഡ് ബി റിയലി കൺസിഡറിങ് ഇൻ ടു. ഇതൊരു 1 time ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതും, ഈ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബിലോ 1 year തന്നെ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കവർ ആവും എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിന്തിക്കാം, അങ്ങനെ ആയിരിക്കണം ആൾക്കാർ ചിന്തിക്കേണ്ടത്. ആക്ച്വലി അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. അൾട്ടിമേറ്റ്ലി എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു ബെറ്റർ സാലറി സ്കെയിൽ അല്ലെങ്കിൽ മണി മേക്കിംഗ് ഈസി എന്നുള്ളൊരു പരിപാടിക്കാണല്ലോ. സോ അതിൽ സെൽഫ് അപ്പ് സ്കില്ലിംഗ് കൂടെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ. അതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ. സോ ഐ ഡു ഹെൽപ്പ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഇത് ഞങ്ങൾക്കിത് ഇത്ര ഇതായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വി ഹാവ് ബീൻ ഡൂയിങ് ദിസ്, വി ഹാവ് ഡൺ ദിസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് കരിയറിൽ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ വി ഹാവ് ബീൻ അപ്ഗ്രേഡിങ് അവർ സെൽസ്. ഇന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പം ആഡ് ടു സംതിങ് മോർ ടു ദിസ്. ഇപ്പം നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ കേസിലേക്ക് ഒന്നും കൂടെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി എല്ലാവർക്കും ഭയങ്കര ഫാസിനേഷനാണ്. എല്ലാവരും വന്നിട്ട് പറയും സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട് ആവണം എന്നുള്ളത്. See, he has been working with cyber security for the past 10 years, and he has only, I think you have completed almost like 4 to 5 levels. Yeah, 7 certifications ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഒരു എക്സ്പെർട്ട് ലെവലിലൊക്കെ ലെവൽ എത്തുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് എവറി ഇയർ വൺ സർട്ടിഫിക്കേഷൻ ഓർ ടു. ഞാൻ ഇനീഷ്യലി എല്ലാം ഞാൻ ക്ലാസ്സസ് ഒക്കെ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്. പാരന്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഡെയിലി ജോബ് കഴിഞ്ഞ് വരുന്നു, പിന്നെ അന്ന് നടന്നു പോയി വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നു ലൈക്ക് നിയർ ബൈ. അപ്പോൾ നൗ ലുക്കിംഗ് ഡൗൺ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അറ്റ്ലീസ്റ്റ് 6 to 7 സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്പേർട്ട് എന്നുള്ളൊരു ലെവലിലേക്ക് ആവുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റുഡൻസ് നേരെ വന്നിട്ട് നമ്മളടുത്ത് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആവണം എന്ന് പറയുമ്പോൾ നമ്മൾ റിയാലിറ്റി ചെക്ക് അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ അവരിങ്ങനെ നോക്കാം പണിയാണോ. സോ അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതെ, ഇത് പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് കേട്ടോ, സ്റ്റുഡൻസ് മാത്രമല്ല. ഇപ്പം ഇനീഷ്യൽ നേരത്തെ പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ഇനീഷ്യൽ വർക്കിംഗ് സ്റ്റേജിലുള്ള ആൾക്കാർക്കും അവർക്കും ഈ എക്സ്പേർട്ട് അതാണല്ലോ എല്ലാവരും എയിം ചെയ്യുന്നത്. പക്ഷെ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ഇനി തൊട്ടിട്ട് ഒരു ജനറൽ ജോബ് എന്ന് പറയുന്ന മുമ്പൊക്കെ നമുക്ക് ഒരു 5 years 3 years ഒക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ലൈക്ക് ഒരു ജനറൽ IT സപ്പോർട്ട് ഓർ ജനറൽ എന്തെങ്കിലും ഒരു ഓഫീസ് വർക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവാൻ പോകുന്നില്ല. ലൈക്ക് വെരി സ്പെസിഫിക് ആയിരിക്കണം. മേ ബി ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു സോക്ക് അനലിസ്റ്റ്. അതിന് വേണ്ടിയിട്ട് അയാൾ പഠിച്ച എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അതിനുള്ള സർട്ടിഫിക്കേഷൻ ചെയ്ത് അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ജോബ് കിട്ടുള്ളൂ.
അപ്പോൾ ഇതെന്താ എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നാട്ടിലിരിക്കുന്ന കുറെ ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്ന തോന്നുന്നുണ്ട്. അതായത് പണ്ട് എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് UAE-ലേക്കൊക്കെ വന്നിരുന്നു കുറെ ആൾക്കാർ, സെറ്റിൽ ആയവരും ഉണ്ട്. പക്ഷെ ഇനി വരുന്ന കാലത്തേക്ക് വളരെ അത് സ്പെസിഫിക് എത്രമാത്രം പോസിബിൾ ആവുന്നുള്ളത് അതെ 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 വി ഹാവ് ടു സീ ടു ഇറ്റ്. അതേപോലെ തന്നെ നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം, ഇപ്പം നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും, നിങ്ങളും ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അതിനെ ടാക്കിൾ ചെയ്യുന്ന അറിയാനാണ്. അതായത് ഈ വിദേശത്ത് ഈ സ്റ്റഡി അബ്രോഡുമായി ബന്ധപ്പെട്ട് പുറത്ത് പോയി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നിരന്തരം ഉണ്ടാവും. സോഷ്യൽ മീഡിയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്കാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആക്ച്വലി എന്താണ് ഈ ഫീൽഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇതിൽ നിന്ന് ഇത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഞാനൊരു നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉടായ്പകൾ നടക്കുന്ന ഒരു ഏരിയയാണ് അത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ നടക്കുന്നത്. ഇവിടെ ഇത് എന്തോ ഒരു ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു I'll give a real example. ആക്ച്വലി ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, ഞാൻ പറഞ്ഞല്ലോ ഐ ആം ആൻ എക്സ്പേർട്ട് വിത്ത് ദാറ്റ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ, അവിടെയും എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു സ്റ്റുഡൻറ്റിന് ഇനീഷ്യലി ഒരു ലിവിങ് എക്സ്പെൻസസ് കാണിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഡൗൺ ദ ലൈൻ ഒരു 2 വർഷത്തെ മൊത്തം എക്സ്പെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ്ലി ഒരു 1 lakhിൻ്റെ ഉള്ളിൽ ഹീൽ ബി ഗെറ്റിംഗ് എ മാസ്റ്റേഴ്സ് ഫ്രം എ ടോപ്പ് ആൻഡ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ഒരു ടോപ്പ് ആൻഡ് യൂണിവേഴ്സിറ്റി ഏത് വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നുള്ള UAE എന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് UAE-ലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ജർമ്മനിയിൽ പഠിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെന്തോ ഒരു സംഭവമാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് നാട്ടിലത്തെയൊക്കെ ഒരു വലിയ എമൗണ്ട് ചാർജ് ചെയ്തിട്ട് പറ്റിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത കോഴ്സ് എടുത്തു കൊടുക്കുന്നവരും പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സംഭവം സത്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്കാമും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. സ്റ്റുഡൻറ്റിനും പാരന്റിനും ഇതിന് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അൾട്ടിമേറ്റ്ലി റിലയബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. കാരണം ഡൗൺ ദ ലൈൻ ഞാനിവിടെ 3rd സ്റ്റാൻഡേർഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ ഒരു 10 years ആയിട്ട് ഞാനിവിടെ വർക്കിംഗ് പ്രൊഫഷണലായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. സോ എനിക്ക് അറിയുന്ന, എനിക്കൊരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള റിലയബിൾ ആയിട്ടുള്ള നല്ലൊരാളെ കണ്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. സെയിം തിങ് ആണ് നമ്മളും പറയാറ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന എൻക്വയറീസ് ഒക്കെ ചോദിക്കുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോർജിയയിൽ പോകണം എന്ന് പറയുന്ന ഓപ്ഷൻസ് വരുന്നവർക്ക് ഞാൻ പറയും, ഇതാണ് ജോർജിയയിൽ പോകാൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സ്പെൻസസ്, ഫീ സ്ട്രക്ചർ. എൻ്റെ ത്രൂ പോവാണോ വേറെ ആര് ത്രൂ ആണോ പോകുന്നത്, ഇറ്റ്സ് ഫൈൻ, ബട്ട് ഇതിലപ്പുറം കൊടുക്കരുതെന്ന് ഞാൻ പറയും. ബിക്കോസ് അതാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അതായത് പാരൻസ് അല്ലെങ്കിൽ ഇവിടുന്ന് എല്ലാം കേട്ട് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ദേ വിൽ സേ ലൈക്ക് ഇതെങ്ങനെ ചെയ്യാൻ വേണ്ടി കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല. എന്താ ചെയ്യുക? ഇപ്പോൾ എയർപോർട്ടിലെത്തിയിട്ട് പറയുകയാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു പാസ് എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ റൂമിന് ഇത്ര വേണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ഒരു പാരന്റിന് ഒരിക്കലും അവിടെ ഇരുന്നുകൊണ്ട് നോ പറയാൻ പറ്റില്ല സ്റ്റുഡൻറ്റ് ചോദിക്കുമ്പോൾ. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ അത് റിലയബിൾ ആയിട്ടുള്ള കറക്റ്റ് പീപ്പിളിനെ ചൂസ് ചെയ്യുക. എപ്പോഴും ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ആക്സസിബിൾ അല്ലേ. ദേ കൻ ഓൾസോ റിസർച്ച് ഈസി. ഏതൊരാളെയും ഡാറ്റ പ്രൂവൺ ആക്കാൻ അല്ലെങ്കിൽ വെരിഫൈഡ് ആക്കാൻ വളരെ എളുപ്പമാണ്. ഈസി ആയിട്ട് പ്രൊഫൈൽസ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് കുറച്ച് ഫീഡ്ബാക്സ് എടുക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സംസാരിക്കുന്നവരടുത്തും നിങ്ങളുടെ ഓൾറെഡി പോയ പിള്ളേരടുത്തൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് കണക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേ പറയാനുള്ളൂ. അതർവൈസ് ദിസ് ഇസ് എ വെരി ഹ്യൂജ് ഇൻഡസ്ട്രി. ഒരുപാട് ആൾക്കാരുണ്ട്. ഭയങ്കര ഒരു ഫ്ലാഷി ആയിട്ടുള്ള. ഇപ്പൊ തൻവീർ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് ചെയ്യാതിരിക്കലാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. നമ്മൾക്കും കറക്റ്റായിട്ട് കാരണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ആ സ്റ്റുഡൻറ്റും തമ്മിൽ ഇനീഷ്യലി തന്നെ ഒരു ബന്ധം തുടങ്ങാം. ആ ബന്ധത്തിൽ പിന്നെ അത് ലോങ് ടേം ആക്കി കീപ്പ് ചെയ്യുക. ഡൗൺ ദ ലൈൻ മേ ബി അവരെ വർക്കിംഗ് പ്രൊഫഷണൽ ടൈമിൽ വരെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഷാല്ലാ ആ ഒരു തോട്ട് പ്രോസസ് ആണ് ഞങ്ങളൊരു ഫ്യൂച്ചർ അങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത് വരുന്ന ഒരു സ്റ്റുഡന്റിന് അവരുടെ എല്ലാ സ്റ്റേജിലും വി ഷുഡ് ഹാവ് ഒരു സേ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് റീച്ച് ഔട്ട് ടു us. Can we do like this? അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. ഡൗൺ ദ ലൈൻ അത് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ളതിനേക്കാളും വൈ വി ആർ ഡൂയിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഈ വൈ എന്നുള്ള ഇതിന്റെ ഉത്തരമാണ് ഇപ്പൊ ഈ ചോദിച്ചത്. അതായത് സ്കാമുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഞങ്ങളൊന്ന് വരുമ്പോ സംസാരിച്ചത് ഒരു ബുക്ക് ഉണ്ടല്ലോ, സ്റ്റാർട്ട് വിത്ത് വൈ എന്നുള്ള പറയുന്നത്. അതാണ് ഏറ്റവും ഇനീഷ്യൽ തോട്ട്. ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ആലോചിക്കുമ്പോൾ ഓക്കെ എന്തിനു നമ്മൾ ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മളെ ഫസ്റ്റ് തോട്ട്. എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ദ കോമൺ ഫാക്ടർ ബിറ്റ്വീൻ വി ബോത്ത്. ദാറ്റ്സ് ഹൗ വി കണക്റ്റഡ്.
എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞാലും പല ആൾക്കാർക്ക് കണക്ട് ആവാറില്ല, ഇയാൾ എന്താ ഈ പറയണത്. ബിക്കോസ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റെഡി ആയിട്ടുള്ള ഓപ്ഷൻസ് അവിടെ അപ്പുറത്ത് അവൈലബിൾ ആണ്. ഞാൻ ഈ പറയുന്നതൊന്നും ആയിരിക്കില്ല, അപ്പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കേൾക്കുന്നുണ്ടാവുക ഭയങ്കര ഫാൻസി ആയിട്ട് എല്ലാം സെറ്റാണ്, നിങ്ങൾ ഒന്നും പേടിക്കണ്ട എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും അയാൾ അങ്ങനെ പറയണ്ട, അപ്പൊ ഞാൻ ഗോവിത്തും നോട്ട് എ പ്രോബ്ലം, എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അതായത് ആ റിലയബിലിറ്റിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഷാമിൽക്ക് കണക്ട് ആവുന്നത്. കാരണം ഞാൻ കുറെ കാലമായിട്ട് ഞാൻ നല്ലൊരു ജർമ്മൻ എക്സ്പെർട്ടിനെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൗൺ ദ ലൈൻ ആക്ച്വലി ഹി വാസ് ടെസ്റ്റിംഗ് ഓൾറെഡി. ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഒരു കസിൻ ഞങ്ങളാണ് പ്രോസസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹി ഹാസ് ബീൻ, എനിക്ക് തോന്നുന്നു ഒരു 6 മാസമായിട്ട് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസമായിട്ട് ഇവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസിന് എപ്പോഴും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഞാൻ വളരെ ലിമിറ്റഡ് കൺട്രീസ് ആണ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ജർമ്മനി എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഇവിടെ UAE വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ബി വെരി റിലയബിൾ വിത്ത് ദാറ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു എൻ്റെ അടുത്ത് വന്ന ഒരു അഡ്മിഷൻ ഞാൻ ശ്യാമിന് റീഡയറക്ട് ചെയ്തുകൊണ്ട് ഐ ഡിഡ് എ റിസർച്ച് ഓഫ് മൈ ഓൺ. അങ്ങനെ റീഡയറക്ട് ചെയ്തുകൊണ്ട് ശ്യാം ചെയ്ത പ്രോസസ് കൊണ്ട് ഇപ്പം ആ കസിൻ നിജിൽ എന്ന് പറഞ്ഞ പയ്യനാണ്. ലൈക്ക് ഹി ഈസ് വെരി ഹാപ്പി ദാറ്റ് വി ആർ അസോസിയേറ്റഡ്. അപ്പോൾ അങ്ങനെ ആ ഒരു റിലയബിലിറ്റി ആണ് ഇതിൻ്റെ കീപ് ദാറ്റ് കണക്ഷൻ. ഇപ്പോൾ എൻ്റെ വഴി പോയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസ് ആയിട്ട് ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ പാരൻസ് ഓൾസോ, ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊരു ചെറിയ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവിടെ ഒരു ജോലി കിട്ടി, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മദർ എന്നെ വിളിച്ചിട്ട് മോൻ അവിടെ നിന്ന് കുറേ ഗിഫ്റ്റൊക്കെ അയച്ചു തന്നു, നല്ല ഹാപ്പിയാണ്, സാറ് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, ആക്ച്വലി ദാറ്റ് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്. ഒരു ബിസിനസ് ആവുന്ന സമയത്തേക്ക് ഒരുപാട് തലവേദനകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത്രയും സ്കാം നടക്കുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ പിടിച്ചു നിന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയധികം ഹെഡേക്സ് നമുക്ക് ഇതിൻ്റെ പിറകിലുണ്ടാവും, റൈറ്റ്? പക്ഷേ ഇതിന്നൊക്കെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലോങ് ടയറിംഗ് ഡേ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്ന സമയത്തേക്ക് ദാറ്റ് ഈസ് ആക്ച്വലി ഗിവിങ് എ നാളത്തേക്കുള്ള ഫ്യൂൽ ആണത്, അല്ലേ? സോ ദാറ്റ്സ് വാട്ട് ഇത് എന്താ വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പോൾ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു ജോലി എന്നൊക്കെ പറയുന്ന പോലെ അവരൊരു വല്ലാത്തൊരു ടൈമിലാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് മാത്രമല്ല, ഇവര് പാരന്റ് നമ്മളടുത്ത് ട്രസ്റ്റ് ചെയ്തിട്ട് ഏൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് നിങ്ങൾ നോക്കണം എന്നുള്ള രീതിയിലേക്ക് പാരന്റ്സിനെക്കാൾ ഉത്തരവാദിത്തം എനിക്കിടയ്ക്ക് തോന്നുന്നു. ഈശ്വര ഇത്ര ഉത്തരവാദിത്തമാണോ? ഇപ്പൊ ഒരു പാരന്റ് ഒരിക്കലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അനിയത്തിനെ പോലെ നോക്കണം, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അദ്ദേഹം അത് കാര്യമായിട്ട് പറഞ്ഞതാണോ ഇതായിട്ട് പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. എന്നിട്ട് ഈ കുട്ടിയുടെ കേസിൽ എനിക്ക് എപ്പോഴും ടെൻഷനായിരുന്നു. എന്നിട്ട് ഇപ്പോഴും എൻ്റെ സ്റ്റാഫിനോട് ഞാൻ ചോദിക്കും ആ കുട്ടിയുടെ കാര്യം. അപ്പോൾ എൻ്റെ അടുത്ത് സാറിന് എന്താ അവളുടെ കാര്യം മാത്രം ഇങ്ങനെ, ദാറ്റ് വേർഡ് ഇസ് സംവെയർ സ്ട്രക്ക് ഇൻ മൈ മൈൻഡ്. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഡ്രൈവ്സ് us. നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാട് കൺഫ്യൂഷനിൽ നിന്നൊരു ക്ലാരിറ്റിയിലേക്കാണ് നമ്മൾ അവരെ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക. കുറേ സിനാരിയോസ് നിങ്ങൾ പറഞ്ഞു, ഇൻക്ലൂഡിങ് റിയൽ ലൈഫ് എക്സാമ്പിൾസ്. അവർക്ക് പലർക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റീച്ച് ഔട്ട് ചെയ്യേണ്ടതെന്നായിരിക്കും അവരുടെ ഒരു ചോദ്യം ഉണ്ടാവുക. അതായത് ഇത്തരത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു മകൻ +2 മകൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞിരിക്കുന്നുണ്ട്, ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ട്. എങ്ങനെയാണ് നിങ്ങളായിട്ടൊന്ന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുക? ഏത് രീതിയിലായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക? നമ്മളിവിടെ UAE ഓൾ ഓവർ അവൈലബിൾ ആണ്. അബുദാബിയിലാണ് നമുക്ക് ഓഫീസ് ഉള്ളത്. സോ ദേ ക്യാൻ റീച്ച് ഔട്ട് ടു us. കോൺടാക്ട് നമ്മളിതിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് വി ക്യാൻ റീച്ച് ഔട്ട് ത്രൂ അവർ ഇൻസ്റ്റ പേജ്. നമ്മളിവിടെ UAE നടക്കുന്ന ഒരുപാട് എഡ്യൂക്കേഷൻ ഇവൻറ്റ്സിലെല്ലാം നമ്മൾ വെരി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ ഐ തിങ്ക് നെക്സ്റ്റ് മന്ത് വി ആർ ഹാവ് എൻ ഇവൻറ്റ് ഹാപ്പനിങ് ഇൻ റാസൽ ഖൈമ. ഇപ്പോൾ അബുദാബിയിലുണ്ടായിരുന്നു, അല്ലയിലുണ്ടായിരുന്നു. വി ആർ ആക്റ്റീവ്ലി ത്രൂ ഔട്ട് UAE. റാസൽ ഖൈമയിൽ റാസൽ ഖൈമ നെക്സ്റ്റ് മന്ത് 28th and 29th 2 days ഇവന്റ് നടക്കുന്നുണ്ട്. GCC ഇവന്റ്സ്. ഐ തിങ്ക് ദാറ്റ്സ് എ ഫസ്റ്റ് എഡിഷൻ ഹാപ്പനിങ് ഇൻ റാസൽ ഖൈമ. റാസൽ ഖൈമയിൽ ഒരുപാട് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. സോ വി വിൽ ട്രൈ ടു റീച്ച് ഔട്ട് ത്രൂ ദെയർ ഓൾസോ. ആർക്കും നമ്മളവിടെ എനി ടൈം അവൈലബിൾ, വിസിറ്റബിൾ ആണ്. അതുപോലെ വി ക്യാൻ റീച്ച് ഔട്ട് ഓൺലൈൻ. ഞാനും ഷാമും എനി ടൈം അവൈലബിൾ ആണ്. അവർ എൻറ്റയർ ടീം ഈസ് അവൈലബിൾ. വി ഹാവ് എ വെരി ഗുഡ് വിഷണറി ടീം ഹു ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അപ്പോൾ ഐ തിങ്ക് എവറി പാരൻറ്, സ്റ്റുഡൻസ് ഹൂവർ ഈസ് ലുക്കിംഗ് ടു റീച്ച് ഔട്ട് ടു us, we are available. ക്ലാരിറ്റി ഉണ്ടാവുക, ദാറ്റ്സ് വാട്ട്. ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം കൺഫ്യൂഷൻ ടു ക്ലാരിറ്റി. That's what I'll say the tagline. അങ്ങനെ നമുക്ക് പറയാം. We can help you with that. താങ്ക് യു സോ മച്ച്. നമുക്കും ഒരുപാട് ക്ലാരിറ്റി ഒരു പോഡ്കാസ്റ്റിലൂടെ തന്നതിൽ താങ്ക് യു ഷ്യാം, താങ്ക് യു ഷൈഫുൽ. Thank you.